ഹലോ, ഇനി നമുക്ക് നല്ലൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ? നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ, എന്നാൽ അതിനേക്കാട്ടും ഒരു പിടി ടേസ്റ്റിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ക്രീമി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നമുക്ക് പൊറോട്ട, ചപ്പാത്തി, ബട്ടൂര അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ചിക്കൻ ബോണോട് കൂടിയും ബോൺലെസ് ആയിട്ടും ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബട്ടർ ചിക്കൻ ഫ്രൈ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ നല്ല പുളിയില്ലാത്ത കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ തൈര് പുളിയുള്ള തൈര് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വേവുകയും ചെയ്യണം, എന്നാൽ നന്നായിട്ട് ഫ്രൈ ആവുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ സാധാരണ ചിക്കൻ പൊരിക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം മൊരിഞ്ഞതിനാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ച് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ചിക്കൻ വേവിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമ്മൾ കറിയിൽ അധികം ഇട്ടിട്ട് തിളപ്പിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നന്നായിട്ട് വേവിക്കണം. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് വേറെ എക്സ്ട്രാ പാനൊന്നും ഇതിന് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആ ഒരു ബട്ടർ നന്നായിട്ട് മെൽട്ടായ സമയത്ത് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിതെല്ലാം അരക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. അങ്ങനെ സവാള ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. സവാള നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് മാത്രം മതി. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 22 കാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടി കൂട്ടിയിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മസാല നന്നായിട്ട് തണുക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒട്ടും ഇതിലാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരച്ചെടുത്തത് ഒന്ന് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരിയാന്ന് പറയുന്നില്ലേ, അതുപോലെ നല്ലോണം അരിയാം കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആ സെയിം പാനിൽ തന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ആ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് അതും കൂടി പരട്ടാം.
ഇനി അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത തക്കാളിയിൽ അത്യാവശ്യം പുളിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല. നിങ്ങൾ എടുക്കുന്ന തക്കാളി പുളിയില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു തിള വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് നന്നായി ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് പാലായാലും മതി. പാലാകുമ്പോൾ കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഫ്രഷ് ക്രീം പോലെ അത്ര തിക്കായിരിക്കില്ലല്ലോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രഷ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ അധികം ഇട്ട് തിളപ്പിക്കൊന്നുമില്ല. എല്ലാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തിയും കൂടി നല്ലോണം ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. അവസാനമായിട്ട് ചെറിയൊരു ഗാർണിഷിങ്ങിന് മാത്രം കുറച്ചൊരു ഫ്രഷ് ക്രീമും കുറച്ചൊരു മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ഭട്ടൂര. അതിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.